നമ്മളെ ചിലരൊക്കെ വീട് പണിതപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരു വീട് പണിതപ്പോഴോ ഒക്കെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺട്രാക്ടറുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ നമ്മൾ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും അല്ലെങ്കിൽ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു കോൺട്രാക്ട് എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് ഈ ക്ലയൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് നിലനിർത്താനും നമ്മുടെ വർക്കിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ നിർബന്ധമായിട്ടും വെച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീനാഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. നമ്മളൊരു കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്തേക്കേണ്ട ഒരു കാര്യമാണ് ആ വർക്കിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ ഇപ്പം ഒരു വീട് പണിയുടെ സിവിൽ വർക്ക് മാത്രമാണ് നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഡ്യൂറേഷൻ നമ്മൾ പറയുന്നതിന് പുറമെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഓരോ സ്റ്റേജിലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തം വർക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ വരെ ഒരു സ്റ്റേജ്, ഫൗണ്ടേഷൻ തൊട്ട് ലിൻഡൽ ലെവൽ വരെ ഒരു സ്റ്റേജ്, ലിൻഡൽ ലെവൽ തൊട്ട് റൂഫ് സ്ലാബ് വരെ ഒരു സ്റ്റേജ്, അങ്ങനെ ഈ മൊത്തം വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പല സ്റ്റേജായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് എടുക്കുന്ന ഒരു ടൈം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വർക്കാക്കി മാറ്റുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ വരെ ഒരു സ്റ്റേജാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ ഫസ്റ്റ് സെറ്റ് ഔട്ട് ചെയ്യുന്നതിൻ്റെ അതിൽ ഒരു ടൈം നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷന് ഒരു ടൈം മെൻഷൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് ഫുട്ടിങ്ങിൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ PCC ചെയ്യുന്നത് ഇത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കോളം ഫുട്ടിങ് ഇത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെഡസ്റ്റൽ, അതായത് കോളം മുകളിലേക്ക് പൊങ്ങുന്നത് ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ പ്ലിന്ത് ബീം ഇത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ ഓരോ സ്റ്റേജിനെ സ്പ്ലിറ്റ് ചെയ്ത് വർക്കാക്കി മാറ്റിയിട്ട് അതിനെടുക്കുന്ന ഒരു ഡ്യൂറേഷൻ അല്ലെ അത് ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ഇത്ര ദിവസത്തിൻ്റെ വർക്കാണ്, അത് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഈ വർക്കിൻ്റെ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അത്തരത്തിൽ ഓരോ സ്റ്റേജിലുള്ള വർക്കിനെയും നമ്മൾ പല വർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഡ്യൂറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ മോണിറ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒരു 6 മാസം കൊണ്ട് തീരുന്ന വർക്കാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഈ കൃത്യം 6 മാസത്തോട് അടുക്കുന്ന സമയത്തായിരിക്കും നമുക്കിത് തീരില്ല എന്ന് മനസ്സിലാവുന്നത്. അതേസമയം നമ്മൾ ഓരോ സ്റ്റേജിലും അതിനെ പല വർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഡേറ്റും അതിൻ്റെ ഡ്യൂറേഷനും അതിനെടുക്കുന്ന നോർമൽ ടൈമും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വർക്ക് കഴിയുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് ഈ ടൈമിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ടൈമിൽ നിന്ന് വ്യത്യാസപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് കൊടുത്ത് ഈ വർക്കിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മളൊരു കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഈ വർക്കിന് വരുന്ന കോസ്റ്റ് എങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് മെൻഷൻ ചെയ്യാറ്. അതായത് ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അതിന് 2000 രൂപ വെച്ചിട്ട് 60 ലക്ഷം രൂപയാവും എന്നുള്ള രീതിയിലായിരിക്കും ഈ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ റേറ്റ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഡ്രോയിങ്സിലോ ഒക്കെ കൊടുത്തിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് ആയിരിക്കുകയില്ല കോൺട്രാക്ടർമാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ്. ആ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി അറിവും ഉണ്ടായില്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് കോൺട്രാക്ടർ വന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇതെല്ലാം ഈ കോൺട്രാക്ടറുടെ ഏരിയയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഡ്രോയിങ് റൂമോ കോമൺ സ്പേസുകളോ ഒക്കെ ഡബിൾ ഹൈറ്റുകൾ കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കുന്ന സ്പേസുകൾ കോൺട്രാക്ടർമാർ അഡീഷണൽ ഏരിയ ആയിട്ട്, അതായത് ഫ്ലോർ ഏരിയ ഒന്ന് എടുക്കും. അതുപോലെ തന്നെ മേലത്തെ നിലയിൽ ഡബിൾ ഹൈറ്റ് ആയിട്ട് പൊങ്ങിയ ഭാഗങ്ങൾ വീണ്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു കാരണം നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു സ്പേസ് ആയിരിക്കും അതിനകത്തേക്ക് ടോട്ടൽ ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നത്. ആദ്യമേ അവർ നമ്മൾ ഡ്രോയിങ്ങിൽ കാണിച്ചേക്കുന്ന ഏരിയ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിലും അവസാനം അവർ റീമെഷർമെൻറ്റ്സ് നടത്തുമ്പോഴത്തേനും ഈ ഏരിയകളെല്ലാം ആഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ വരുന്നതാണ് ഇപ്പം ഓപ്പൺ കോർട്ട്യാർഡ്സ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ. അതൊന്നും ലീഗലായിട്ട് നമ്മൾ ഇപ്പം ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏരിയക്കകത്ത് വരുന്നതല്ല. ഡ്രോയിങ്ങിനകത്ത് ഏരിയ കാൽക്കുലേഷനിൽ വരുന്ന സ്ഥലങ്ങളല്ല. പക്ഷേ കോൺട്രാക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും അത്തരത്തിലുള്ള അവിടെ എന്തൊക്കെ കുറച്ച് വർക്കുകൾ വന്നാൽ പോലും അതെല്ലാം ഏരിയയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏരിയയിൽ പെടാത്ത വർക്കുകളുണ്ടാകും. നമ്മുടെ പാരപ്പറ്റുകൾ, അതുപോലെ ഗേബിൾ സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതൊക്കെ ടെറസിന് മേളിൽ വരുന്നതുകൊണ്ട് ഏരിയയിൽ പെടാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിനൊരു അഡീഷണൽ വർക്കായിട്ട് അതിനെ ക്ലെയിം ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു എമൗണ്ടിലേക്ക് ഈ കോസ്റ്റ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് ടോട്ടൽ ഈ ഡ്രോയിങ് അനുസരിച്ചിട്ട് വന്നിട്ടുള്ളൊരു ടോട്ടൽ
കോസ്റ്റ് നമ്മൾ എഗ്രിമെൻറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് എല്ലാം കോൺട്രാക്ടർക്ക് കൊടുത്ത് ഇതിൽ വരുന്ന ഈ ഡിസൈൻ അനുസരിച്ച് വരുന്ന മൊത്തം വർക്കുകളെ കുറിച്ച് കോൺട്രാക്ടിന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ ഡ്രോയിങ്ങിൽ പറഞ്ഞേക്കുന്ന മൊത്തം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ടോട്ടൽ എമൗണ്ട് എന്നുള്ള രീതിയിലേക്ക് എഗ്രിമെൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് പിന്നീട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ക്യൂറിങ്ങിനെ കുറിച്ച് കോൺട്രാക്ട് എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്യണമെന്നുള്ളതാണ്. ക്യൂറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വർക്കുകളും കഴിഞ്ഞ് ഇത്ര ദിവസം നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു 14 ദിവസം നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ നമ്മൾ 7 ദിവസത്തോളം നനച്ചു കൊടുക്കണം. പ്ലാസ്റ്ററിങ് ആണെങ്കിൽ ഒരു 10 ദിവസത്തോളം നനച്ചു കൊടുക്കണം. ഈ നനയൊക്കെ ദിവസം 3 നേരമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ കോൺട്രാക്ട് എഗ്രിമെൻറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ക്യൂറിങ്ങിൻ്റെ കാര്യങ്ങളൂടെ നമ്മൾ മെൻഷൻ ചെയ്തു. ഓരോ കാര്യങ്ങൾക്ക് ഇത്ര ക്യൂറിങ് വേണം, അത് ഇത്ര ദിവസം ചെയ്യണം, ഡെയിലി 3 നേരം ചെയ്യണം. ഇനിയിപ്പം ഹോളിഡേയ്സിൽ ഇവർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ് എന്നുള്ളത് കൂടെ നമ്മൾ മെൻഷൻ ചെയ്ത് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഹോളിഡേയ്സിൽ ഇപ്പം പബ്ലിക് ഹോളിഡേ ആവാം, സൺഡേ ആവാം, ഈ ദിവസങ്ങളിലൊന്നും കോൺട്രാക്ടറുടെ സ്കോപ്പിൽ ഈ നനവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരാളെ വെച്ച് ആ ദിവസങ്ങളിൽ നനയ്ക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് അതും കൃത്യമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പ്രശ്നമൊന്നുമില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യം ക്ലാരിറ്റിയിൽ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ മിക്സിംഗ് റേഷ്യോ ആണ്. ഇപ്പം നമ്മൾ ബ്രിക്ക് വർക്കിന് ഒരു മിക്സിംഗ് റേഷ്യോ ഉണ്ടായിരിക്കും, സിമെൻറ്റ് മിക്സ് ചെയ്യുന്നത് 1:6 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും. പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ വാൾസ് ഒക്കെയാണ് 1:4 എന്നുള്ള റേഷ്യോയിലായിരിക്കും. സീലിംഗ് ആണ് 1:3 എന്നായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കോൺക്രീറ്റിന് പല ഗ്രേഡുകളുണ്ടായിരിക്കും. M20 M15 M7.5 അങ്ങനെ പല ഗ്രേഡുകളിലുള്ള കോൺക്രീറ്റുകളും അതുപോലെ തന്നെ ഈ ബ്രിക്ക് വർക്കിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ ഒരു റേഷ്യോയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ, ഇതിനകത്ത് ഉപയോഗിക്കേണ്ട റേഷ്യോകളും നമ്മൾ എഗ്രിമെൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്പം ലേബർ കോൺട്രാക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് മെറ്റീരിയൽ നമ്മളാണല്ലോ സപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് മിക്സിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ എന്ന് പൊതുവെ വിചാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ മിക്സിംഗ് റേഷ്യോ മാറ്റുമ്പോൾ ഇപ്പോൾ പണിക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം 10 മിക്സ് ചെയ്യേണ്ടടുത്ത് 8 മിക്സിലോ 7 മിക്സിലോ പരിപാടി തീരും ഈ ഒരു മിക്സിംഗ് റേഷ്യോ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ഒരു ബാഗ് സിമെൻറ്റിന് ഇപ്പം 6 കൊട്ട എംസാൻഡാണ് മിക്സ് ചെയ്യേണ്ടതെങ്കിൽ അവരൊരു 8 കൊട്ടയോ 10 കൊട്ടയോ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മിക്സിങ്സ് അവർക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും സൈറ്റിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ കോൺട്രാക്റ്റുമായി ഡിസ്കസ് ചെയ്ത് ഇന്ന റേഷ്യോയിലാണ് പോകേണ്ടത്, അത് ഇന്ന രീതിയിലാണ് സൈറ്റിൽ മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ഡ്രോയിങ്സും ഈ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനും എല്ലാം നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുന്നു, അതിൻ്റെ ഇലവേഷൻ 3D മോഡലൊക്കെ വരയ്ക്കുന്നു, അതിനുശേഷം ഇത് സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള മൊത്തം ഡ്രോയിങ്സ് ഉണ്ടാവണം. അപ്പോൾ അതിനകത്ത് സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഉണ്ടാവും. സ്ട്രക്ചറൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡും കമ്പിയുടെ എണ്ണവും അതിൻ്റെ സൈസും ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വർക്കിംഗ് ഡ്രോയിങ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡിസൈൻ എലമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഗേബിൾ സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡ്രോയിങ്സ് ഏത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യണം, കമ്പി ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യണം, വാട്ടർ പ്രൂഫിങ് കെമിക്കൽസ് ഉണ്ട് അത് ഇന്നത് യൂസ് ചെയ്യണം. അങ്ങനെ ആ രീതിയിൽ മൊത്തം വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ വെച്ചിരിക്കണം. അത്തരത്തിൽ ഈ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും നമ്മുടെ ഡീറ്റെയിൽ വർക്കിംഗ് ഡ്രോയിങ്സും ഒക്കെ നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ പാർട്ട് ആക്കുന്നതിലൂടെ എന്താണ് എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ ഏതൊക്കെ വർക്കാണ് നമ്മുടെ ഡ്രോയിങ്ങിൽ പെടാത്തതെന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മാക്സിമം വീടുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ഈ ഒരു വർക്കിംഗ് ഡ്രോയിങ്സിലും സ്പെസിഫിക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിന് പുറമേ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ വർക്ക്, ഇപ്പോൾ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കോ അങ്ങനെ ചെയ്യുന്ന വർക്കുകളായിരിക്കും അഡീഷണൽ വർക്കായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വീടിൻ്റെ കോർട്ട്യാർഡ് വരുന്നതോ അല്ലെങ്കിൽ ഗേബിൾ സ്ട്രക്ചേഴ്സ് വരുന്നതോ ഒന്നും അഡീഷണൽ വർക്കായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് പോവുക. അതുതന്നെയായിരിക്കും നമുക്ക് ഇപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരപ്പെടുന്നതും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ പ്രോജക്റ്റിനെ കൃത്യമായ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഈ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ കോൺട്രാക്ടർ കൊണ്ടുവരുന്ന ഒരു എഗ്രിമെൻറ്റ് അതിൻ്റെ ഒപ്പം വരുന്ന പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇതെല്ലാം അപ്രൂവ് ചെയ്ത് വിടുകയാണ് പതിവ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഷെഡ്യൂളിൽ പലപ്പോഴും ഇപ്പോൾ ഒരു അഡ്വാൻസ് എമൗണ്ട് ഒക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ശരിക്കും ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ വർക്ക് ഷെഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ വർക്കിനെ പല സ്റ്റേജായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഫൗണ്ടേഷൻ വരെ ഒരു സ്റ്റേജ്, അത് കഴിഞ്ഞാൽ ലിൻഡൽ ലെവൽ വരെ ഒരു സ്റ്റേജ്, റൂഫ് സ്ലാബ് വരെ അടുത്ത സ്റ്റേജ്, അങ്ങനെ അത് പല
സ്റ്റേജായിട്ട് ഈ വർക്കിനെ മൊത്തം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ, വർക്ക് ഷെഡ്യൂളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് ഷെഡ്യൂളിലും ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ വരെ നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ വരെ വരുന്ന കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റീസ് അല്ലെ അതിൻ്റെ ഒരു വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ വരെ നമുക്ക് ഏകദേശം എത്ര എക്സ്പെൻസ് വരുമായിരിക്കും, അതായിരിക്കും നമ്മൾ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ലിൻഡൽ ലെവൽ വരെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആയിരിക്കും. അതുപോലെ ഈ സ്റ്റേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും കൃത്യമായിട്ടുള്ളൊരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും വലിയൊരു എമൗണ്ട് കൊടുക്കാതെ അത് ആദ്യത്തെ ഒരു സ്റ്റേജ് വരെ ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം ഈ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് കൊടുക്കണം. അത്തരത്തിൽ കൃത്യമായ ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ പേയ്മെൻറ്റ് ഷെഡ്യൂളിൽ നമ്മൾ ഒരുപാട് എമൗണ്ട് കോൺട്രാക്ടറുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള പേയ്മെൻറ്റ് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു സ്റ്റേജിൽ നിന്ന് ഈ കോൺട്രാക്ടറെ നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എമൗണ്ട് ഈ കോൺട്രാക്ടർ കയ്യിലേക്ക് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിട്ടൻഷൻ എമൗണ്ട് ഈ പേയ്മെൻറ്റ് ഷെഡ്യൂളിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പേയ്മെൻറ്റ് ഷെഡ്യൂൾ നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റേജിലായിട്ട് പേയ്മെൻറ്റ് ഷെഡ്യൂൾ എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇത്ര പെർസെൻറ്റേജ് അഡ്വാൻസ്, ഇത്ര പെർസെൻറ്റേജ് ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ആ രീതിയിൽ ഒരു കൃത്യമായ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ പേയ്മെൻറ്റ് ഷെഡ്യൂളിലും ഓരോ സ്റ്റേജിലും വരുന്ന ആ എമൗണ്ട് ഫുള്ളായിട്ട് കോൺട്രാക്ടർക്ക് കൊടുക്കാതെ അതിൻ്റെ ഒരു റിട്ടൻഷൻ എമൗണ്ട് ആയിട്ട് ഒരു 10% എല്ലാം പിടിച്ച് നമ്മൾ മാറ്റി വെക്കണം. അത് ആർക്കിടെക്റ്റോ അല്ല എഞ്ചിനീയറോ വന്നിട്ട് ആ വർക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ റിട്ടൻഷൻ എമൗണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ മൊത്തം എല്ലാ സ്റ്റേജിൽ നിന്നും 10% ആയിട്ട് നമ്മൾ പിടിച്ചിട്ട് ഒരു എമൗണ്ട് കീപ്പ് ചെയ്യും. അത് എൻ്റയർ വർക്ക്, മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെരിഫിക്കേഷൻ ശേഷം അത് പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്, എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്രൂവ് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് റിലീസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു റിട്ടൻഷൻ എമൗണ്ട് നമ്മൾ പിടിക്കുന്നതും ഈ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. എട്ടാമതായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വർക്ക് ഒരാൾക്ക് ഫുൾ കോൺട്രാക്റ്റ് ആയിട്ട് കൊടുത്തു, ആ പണിക്ക് ശേഷം ആ പണിയുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റും ബാക്കി ഡെബ്രിസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സൈറ്റിൽ നിന്ന് ക്ലിയർ ആക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വവും കോൺട്രാക്ടറിൻ്റെ പേരിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോസ് നമ്മൾ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കുറേ വേസ്റ്റുകൾ, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റുകൾ വരാം, മെറ്റീരിയൽ വേസ്റ്റുകൾ വരാം, സൈറ്റ് ഡെവലപ്പ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റുകൾ വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സൈറ്റിൽ നിന്ന് ക്ലിയർ ചെയ്ത് സൈറ്റ് ലെവൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി എഗ്രിമെൻറ്റ് പാർട്ടാണ്. അതിന് അഡീഷണൽ കോസ്റ്റ് വരുമെങ്കിൽ ആ കോസ്റ്റ് ആഡ് ചെയ്യണം. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് കോൺട്രാക്ടറെ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലോസും നമ്മൾ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഒൻപതാമതായിട്ട് നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ പ്രധാനപ്പെട്ട വർക്കിനുമുള്ള ചെക്ക് ലിസ്റ്റ് നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് ഡ്രോയിങ്സിൻ്റെ പാർട്ടായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം. പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ബട്ടൺ മാർക്സ് നമ്മൾ മാലി വെച്ചിട്ട് കൃത്യമായ ലെവലിൽ വേണം പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് വൈറ്റ് പെയിൻറ്റ് കൊണ്ട് അതിൽ ഡേറ്റ് എഴുതി വെക്കണം, എന്നിട്ട് കൃത്യമായിട്ട് 10 ദിവസം നനയ്ക്കണം. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റായിട്ട് ഇതിലൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പ്ലാസ്റ്ററിങ്, ബ്രിക്ക് വർക്ക്, കോൺക്രീറ്റിങ്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചെക്ക് ലിസ്റ്റും ഇതിൽ വെച്ചിട്ട് അത് കോൺട്രാക്ട് കൃത്യമായിട്ട് സൈറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൂടെ എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. പത്താമതായിട്ട് നമ്മൾ കോൺട്രാക്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ലേബേഴ്സിനെ ഫുള്ളായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് കോൺട്രാക്ടറുടെ സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ ലേബറുമായിട്ടുള്ള ബന്ധപ്പെട്ട എക്സ്പെൻസ്, അവരുടെ ഹോസ്പിറ്റൽ ചാർജോ ESIയോ PFോ അല്ലാതെ അവരുമായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും എക്സ്പെൻസോ ക്ലയൻറ്റിൻ്റെ സ്കോപ്പിൽ വരുന്നില്ല എന്നുള്ളത് നമ്മൾ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും സൈറ്റിലെ പല കാര്യങ്ങളുടെ എക്സ്പെൻസ് ഈ ക്ലയൻറ്റ് വഹിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അത് കോൺട്രാക്റ്റുമായി ഡിസ്കസ് ചെയ്ത്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിർബന്ധമായിട്ടും കോൺട്രാക്റ്റ് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അത്തരത്തിൽ ഈ പറഞ്ഞ ഒരു 10 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എഗ്രിമെൻറ്റിൽ പൊതുവെ ഉൾപ്പെടുത്താൻ വിടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ടൊരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.